ഇന്ന് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നിന്ന് 2-3 പ്രോബ്ലം ചെയ്യാം. ആദ്യമായിട്ട് പ്രോബ്ലം ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് വായിക്കാം, ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം. ആദ്യം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 centimeter is 100 volt. Calculate the strength of the electric field. പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? V is given as 100 volt. R തന്നിട്ടുണ്ട്, R equals 10 centimeter. We have to convert it into meter. SI യൂണിറ്റിലേക്ക് ആക്കണം. 10 into 10 raised to minus 2 meter. ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ ഇയും വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇ ഈക്വൽസ് വി ബൈ ആർ ആണ്. ദർ ഇസ് എ നെഗറ്റീവ് സൈൻ, പോട്ടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. 100 ഡിവൈഡഡ് ബൈ 10 into 10 raised to minus 2. ഇത് വരുമ്പോൾ ഒരു സീറോ ക്യാൻസൽ ചെയ്യും. -2 മേപ്പോട്ട് ചെല്ലുമ്പോൾ +2 ആകും. 10 into 10 raised to 2, that is 10 raised to 3, that is 1000. യൂണിറ്റ് വരുന്നത് എന്താണ്? വോൾട്ട് പെർ മീറ്റർ. വോൾട്ട് മീറ്റർ റേസ് ടു -1. വളരെ സിമ്പിൾ പ്രോബ്ലം ആണിത്. അപ്പം ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും കൂടെയുള്ള ഒരു പ്രോബ്ലമാണിത്. രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇവിടെ 2 point charges 3 into 10 raised to -8 coulomb and -2 into 10 raised to -8 coulomb are located 15 centimeter apart. At what point the line joining the charges, the electric potential is 0. രണ്ട് ചാർജുകൾ തമ്മിൽ 15 സെന്റിമീറ്ററിന്റെ അകലത്തിലിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് ചാർജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിന്റെ ഇടയിൽ എവിടെയായിരിക്കും പൊട്ടൻഷ്യൽ 0 ആകുന്നത്. അപ്പൊ ആദ്യം ഒന്ന് ഫിഗർ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ രണ്ട് ചാർജസ്. ആദ്യത്തെ ചാർജിന്റെ 3 into 10 raised to -8 കൂളോംബ് ആണ്. അടുത്ത ചാർജ് -2 into 10 raised to -8 കൂളോംബ് ആണ്. ഇവ തമ്മിലുള്ള അകലം 15 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ഇവ തമ്മിലുള്ള അകലം. ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഏതോ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആണ്. ഞാനത് ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കുന്നു. പി. ആ പോയിന്റ് എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഈ ദൂരത്തിന് x അകലം എന്ന് കൊടുക്കുന്നു. Let P be the point. P be the point which is at a distance, which is at x distance from 3 into 10 raised to -8 coulomb, where potential is equal to 0. Total potential is equal to 0. P യിൽ ആരൊക്കെ ഉണ്ടാക്കും പൊട്ടൻഷ്യൽ? 3 into 10 raised to -8 പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. -2 into 10 raised to -8 ചാർജും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അതിന്റെ രണ്ടിന്റെ ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. Therefore V1 plus V2 is equal to 0 or V1 equals -V2. V1 equals -V2. അപ്പം നമുക്ക് നോക്കാം. ഇതെല്ലാം കൂളോംബിൽ SI തന്നേക്കുന്നു. ഇത് 15 സെന്റിമീറ്റർ ആണ്. ആകെ അകലം 15 സെന്റിമീറ്റർ. ഇത് നമ്മൾ എക്സ് മീറ്റർ എന്നങ്ങ് എടുക്കാം. അല്ലെങ്കിൽ സെന്റിമീറ്റർ എന്ന് എടുത്താൽ വോൾട്ടുമായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എക്സ് മീറ്റർ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 0.15 മീറ്റർ ആണ്. 0.15 എക്സ് പോയാൽ ബാക്കി എത്ര ഉള്ളതാണ്? ഈ ഡിസ്റ്റൻസ്. അപ്പം നമുക്കത് എഴുതാം. 0.15 മൈനസ് എക്സ് മീറ്റർ ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമുക്കറിയാം. V ഈക്വൽസ് 1/4πε0 Q/R. അപ്പൊ V1 ഈക്വൽസ് V2 കൊടുക്കാം. V1 ഈക്വൽസ് V2 കൊടുക്കുമ്പോൾ V1ന്റെ വാല്യൂ എത്ര?
1/4 pi epsilon 0. Q 3 into 10 raised to minus 8 divided by R എന്ന് പറയുന്ന x ആണ് ഈക്വൽസ് അടുത്തത് എത്ര വരും 1/4 pi epsilon 0. ഒരു മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് V2 ആണ്, മൈനസ് ഇൻറ്റു ഇനി Q2 എത്രയാണ് -2 into 10 raised to minus 8 divided by അകലം എത്ര വരും 0.15 minus x. 1/4 pi epsilon 0 കോമൺ ആണ്, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. 10 raised to minus 8 get cancelled. Therefore the equation becomes cross multiply ചെയ്യണം. ബാക്കിയുള്ളത് എത്ര ഉണ്ട് 3 into 0.15 minus x. അങ്ങോട്ട് പോകുമ്പോൾ എത്ര വരും മൈനസ് മൈനസ് പ്ലസ് ആയി ഈക്വൽസ് 2x. എക്സ്പാൻഡ് ചെയ്യാം 0.15 into 3 equals 0.45 minus 3x is equal to 2x. ഈ മൈനസ് 3x അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എത്ര ആവും 2x plus 3x is equal to 5x ആയി. Therefore 5x is equal to 0.45. x is equal to 0.45 divided by 5 equals 0.09 meter. That is equal to 9 centimeter. അപ്പം ഈ അകലം 9 സെന്റിമീറ്റർ ആണ്. 9 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര വരും 6 സെന്റിമീറ്റർ. അപ്പൊ അതാണ് the point is at a distance of 9 centimeter from 3 into 10 raised to minus 8 coulomb. അതായത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. P equals എത്ര വരും at P the total potential is equal to 0. Therefore V1 plus V2 is equal to 0 or V1 equals minus V2. ഇത് ഈ ചാർജ് മുഖേന ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ഈ ചാർജ് മുഖേന ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ഈക്വൽ ഓപ്പോസിറ്റും ആണെന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്തു. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര കിട്ടി 9 സെന്റിമീറ്റർ. അപ്പം ഇതാണ് ആദ്യത്തെ രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ. ഇനി നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാം. മൂന്നാമത്തെ പ്രോബ്ലം 4 പോയിന്റ് ചാർജസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. 4 പോയിന്റ് ചാർജസ് +2q +3q -q and -4q are placed at the 4 corners A, B, C, D respectively of a square of side A. What is the potential at the center of the square? അപ്പം 4 ചാർജസ് ഒരു സ്ക്വയറിന്റെ പേരാണ് ABCD. അതിന് 4 വശങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തേക്കുവാണ്. സ്ക്വയറിന്റെ സൈഡിന്റെ ഡൈമെൻഷൻ A ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആദ്യം നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഒരു സ്ക്വയർ ആണ്, സ്ക്വയറിന്റെ പേര് ABCD. എല്ലായിടത്തെയും ഡൈമെൻഷൻ സ്ക്വയർ ആയതുകൊണ്ട് A തന്നെയാണ്. സ്ക്വയറിൽ വെച്ചേക്കുന്ന ചാർജ് ഇവിടെ എത്ര വരും +2q, ഇവിടെ +3q, ഇവിടെ -q, and -4q placed at D. പടത്തിൽ ക്ലിയർ ആയി. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദി സ്ക്വയർ? അപ്പൊ സ്ക്വയറിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെന്റർ O ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ആണ് ഇവിടെയും വരുന്നത്. എയിലുള്ള ചാർജ് മൂലം ഓയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ബിയിലുള്ളത്, സിയിലുള്ളത്, ഡിയിലുള്ളത്, അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഓൾജിബ്രൈക് സം ആയിരിക്കും പൊട്ടൻഷ്യൽ ഡ്യൂ ടു പൊട്ടൻഷ്യൽ അറ്റ് O. അപ്പം നമുക്ക് നോക്കാം. ടോട്ടൽ പൊട്ടൻഷ്യലിനെ V എന്ന് എടുക്കാം. V ഈക്വൽസ് A മൂലം ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ബിയിലെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് സിയിലെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ്
ഡിയിലെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ അറിയാം. V ഈക്വൽസ് 1/4πε0 Q/r. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ എയോ സ്ക്വയർ ആയതുകൊണ്ട് എയോ ബിയോ സിയോ ഡിയോ എല്ലാം ഈക്വൽ ആണ്. അപ്പൊ എയോ അത് കണ്ടുപിടിക്കാനായിട്ട് എയോ ഈക്വൽസ് ബിഒ ഈക്വൽസ് സിഒ ഈക്വൽസ് ഡിഒ എന്ന് പറയാം. ഇനി അതിന്റെ വാല്യൂ എത്രയാണ്? പൈതഗോറസ് തിയറം ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കാം. എ സി ഡി എന്ന് പറയുന്നിടത്ത് എ സി ഡിക്കകത്ത് ഇതാണ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഇത് രണ്ടും എത്ര വരും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ ഇത് എത്ര കിട്ടി? 2a സ്ക്വയർ. അപ്പൊ എ സി എന്ന് പറയുന്നത് എത്ര കിട്ടി? √2a കിട്ടി. അപ്പൊ എയോ എന്ന് പറയുന്നത് എ സിയുടെ പകുതിയാണ്. അപ്പൊ √2a/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? a/√2 ആണ്. a/√2 ആണ്. അപ്പൊ ഈ ദൂരം a/√2 വന്നു. അതേപോലെ തന്നെ ഇതെത്ര വന്നു? a/√2 വന്നു. ഇതും a/√2 വന്നു. ഇതും a/√2 വന്നു. ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇക്വേഷൻ 1/4πε0 Q/r. അപ്പൊ ടോട്ടലായിട്ട് നമുക്ക് കൊടുക്കാം. എല്ലായിടത്തും 1/4πε0 ഉണ്ട്. ആദ്യത്തേത് ഇൻറ്റു Q1/a/√2 ആണ് പ്ലസ് Q2/a/√2 ആണ്. a/√2 കോമൺ എടുക്കാമായിരുന്നു. Q3/a/√2 പ്ലസ് Q4/a/√2. ഇനി ഞാൻ അതുകൂടെ കോമൺ ആയിട്ട് എടുക്കാണ്. 1/4πε0 ഇൻറ്റു a/√2 ഇൻറ്റു Q1ന്റെ വാല്യൂ പ്ലസ് 2Q പ്ലസ് Q2ന്റെ വാല്യൂ പ്ലസ് 3Q പ്ലസ് Q3ന്റെ വാല്യൂ മൈനസ് Q ആണ്. മൈനസ് Q പ്ലസ് Q4ന്റെ വാല്യൂ മൈനസ് 4Q ആണ്. ഇനി ബ്രാക്കറ്റിന്റെ അകത്ത് ചെയ്യുമ്പോൾ 2Q പ്ലസ് 3Q 5Q മൈനസ് Q മൈനസ് 4Q പ്ലസ് 4Q മൈനസ് 4Q ഈക്വൽസ് എത്ര വരും? ഇതിന്റെ വാല്യൂ 0 ആണ്. Therefore V at the center of the square is equal to 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 0. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.